ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് രഞ്ജുമാന്റെ ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എവിടെ ഇപ്പൊ ഡോറ ഈ പറഞ്ഞ പോലെ ഡോറ സലൂൺ ചേച്ചിയാണ് കൂടുതൽ നോക്കുന്നത്. കാരണം രഞ്ജിമാർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല. ദുബായ് ഇന്ത്യ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പോലാണ്. പിന്നെ വളരെ റെയർ ആയിട്ടാണ് പുള്ളിക്കാരത്തി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് പോലും നമ്മൾ കാണുന്നത്. അപ്പം ഡോറ എന്ന് പറയുന്ന സലൂൺ പോലും ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാനില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതൊന്നും ഞാനല്ല. ഞാൻ അക്കാഡമി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉള്ളത്. സലൂണിൻ്റെതായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. അക്കാഡമിയിൽ ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്? ശരിക്കും പറഞ്ഞാൽ എന്ന് എൻ്റെ അമ്മയായി എന്ന് ഞാൻ മോളായി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാതെ സംഭവിച്ചത്, ഇൻസിഡൻ്റലി എപ്പോഴോ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ പണ്ട് മുതൽ കാണുന്ന കാലം മുതൽ ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അമ്മ അവിടെ ചാനലിൽ മേക്കപ്പ് ചെയ്യാൻ വരാറുണ്ട്. റിമിക്ക്, ശ്വേതയ്ക്ക്, അങ്ങനെ ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു അന്ന് പ്രശസ്തിയായിട്ട് അന്നും ഇന്നും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയാം. അന്ന് രവി പിള്ളയുടെയൊക്കെ മോളുടെ കല്യാണം നടത്തിയതൊക്കെ ആ ഒരു കാലഘട്ടം മുതൽ. അപ്പോൾ അതിനു മുമ്പേ എനിക്ക് രഞ്ജുമേനെ അറിയാം, കാണാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ രഞ്ജുമേനെ പരിചയപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ളത് സൊസൈറ്റിയിലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും ഒരു തൻ്റേതായ ഒരു ഇടമുണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന രീതി. അപ്പോൾ ഒരു റെസ്പെക്റ്റും സ്നേഹവും അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിലൊരു റെസ്പെക്റ്റും സ്നേഹവും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് രഞ്ജുമയായിട്ട് എൻ്റെ മനസ്സിൽ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടായിരുന്നത്. അപ്പോൾ കാണാൻ തുടങ്ങിയ കാലം മുതൽ അമ്മ തന്നെയാണ് ഞാൻ വിളിച്ചു തുടങ്ങിയത്. അല്ലാതെ ഒരു സഡൻലി വിളിച്ചൊരു വാക്കല്ല. നമ്മളെ കാണുമ്പോഴും ഓടി വരിക, നമ്മളെ ചേർത്ത് നിർത്തുക. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. കാരണം ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഈ ഒരു ഫീൽഡൊന്നും വരുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നു. എനിക്ക് തോന്നുന്നു ഒരു സ്കിറ്റിന് വേണ്ടി ആദ്യ രാത്രിയുടെ കോട്ടയം സോമരാജും ഞാനും കൂടി ചെയ്തൊരു ആദ്യരാത്രി ഒരു സ്കിറ്റിൽ സോമരാജേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പം ഞാൻ ഭയങ്കര സുന്ദരിയും സോമരാജേട്ടൻ ഓൾറെഡി ഒരു ഇച്ചിരി കറുത്ത നിറത്തിലുള്ള, അപ്പം അങ്ങനെ ഒരു കോംബോ വെച്ചിട്ട് നിറത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു സ്കിറ്റായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്കിറ്റിൽ എനിക്ക് രഞ്ജുമയാണ് ഒരുക്കി തന്നെ ലാഷൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങളെ യൂസ് ചെയ്തോളൂ, പക്ഷെ ഭയങ്കര ഭംഗി. എനിക്ക് എന്നെ ഭയങ്കര ഒരു നമുക്ക് ചിലവർ തൊടുമ്പോഴേ മനസ്സിലൊരാഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും കൂടി ആയിരിക്കാം. ഞാൻ എന്തോ ഐശ്വര്യറായ ഒരു ഫീൽ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഈ മേക്കപ്പും കൊണ്ട്. അത് കഴിഞ്ഞ് ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് കായംകുളത്ത് സ്റ്റേജ് പരിപാടിയുണ്ട് രാത്രി. ഞാൻ ഈ മേക്കപ്പ് അഴിച്ചിട്ടില്ല. KSRTC ബസ്സിൽ കയറി ഈ മേക്കപ്പോട് കൂടി പോവുകയാണ്. ഒന്ന് ആലോചിച്ച എനിക്കിത് അഴിക്കാൻ തോന്നില്ല. അവിടെ ചെന്ന് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു. സ്റ്റേജ് കഴിഞ്ഞ് വെളുപ്പാങ്കാലമായി മേക്കപ്പ് അഴിക്കേണ്ട സമയമായിട്ട് കൂടി ഞാൻ ഈ മേക്കപ്പ് അഴിക്കുന്നില്ല. തിരിച്ചവിടുന്ന് പ്രോഗ്രാം വണ്ടിയിൽ ആറ്റിങ്ങിൽ വന്ന് ആറ്റിങ്ങിൽ നിന്ന് വീണ്ടും ബസ് കയറി വീട്ടിൽ വന്നിട്ടും ഞാൻ ഇത് നോക്കിയിരിക്കുക. ഈ ഒരു കുഴപ്പമില്ല, മേക്കപ്പിന് എന്ത് രസമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു ആദ്യമായിട്ട് രഞ്ജുമ എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ. സോ അത്രയും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സോ ആ ഒരു അടുപ്പം ലൈഫിൻ്റെ പല ഘട്ടങ്ങളിൽ എനിക്ക് എന്തോ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായി. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പെട്ടെന്ന് എനിക്കൊന്ന് രഞ്ജുമിനെ വിളിച്ച് പറഞ്ഞാൽ ഒരു പോട്ട് മോളെ നമുക്കത് നോക്കാടി ഇങ്ങനെ പറയാൻ. പിന്നെ അങ്ങനെ ഇരുന്ന് ഒരു പ്രാവശ്യം എനിക്ക് ഈ അവാർഡ് ലഭിക്കാൻ പോയപ്പോൾ എനിക്ക് നല്ല കോസ്റ്റ്യൂം ഇല്ല. സത്യം പറയാം എൻ്റെ കയ്യിൽ മേടിക്കാൻ സാധാരണ ചുരിദാറുകൾ കയറി പറഞ്ഞതൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രഞ്ജുമ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കും. ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഈ അവാർഡ് വാങ്ങാൻ പോവാൻ എനിക്ക് നല്ലൊരു സാരി ഇല്ല, സീരിയസ്ലി. അപ്പോൾ രഞ്ജുമ അതിനെന്താ, ഞാനില്ല, എനിക്കന്ന് വർക്കുണ്ട്, ഞാൻ പക്ഷെ അവിടെ ഏൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞ് രഞ്ജുമയുടെ അളവിലൊരു ബ്ലൗസും ഒരു സാരിയും, ഇന്നൊരളവല്ല കേട്ടോ, അന്ന് അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിൽ ഇവിടെ എനിക്ക് അങ്കമാലി ഇവിടെ വെച്ചിട്ടായിരുന്നു അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ അങ്കമാലി വന്നു, ആളിനെ കണ്ടു, ആ ഡ്രസ്സ് വാങ്ങിയിട്ടപ്പോഴത്തേക്ക് എനിക്ക് വെച്ചിട്ട് അമ്മ എനിക്ക് ഹുക്ക് പോലും കറക്റ്റില്ല, എന്നിട്ട് ഒരു വിധം ഇട്ടിട്ട് ആ അവാർഡ് മേടിക്കുന്നത് രഞ്ജുമ തന്നതാണ്. സോ അങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ ലൈഫിലൊരു ലവ് ഫെയിലിയർ ഉണ്ടായ ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് എൻ്റെ അടുത്ത് നീ ഇങ്ങ് വാടി, ഒറ്റ വാക്ക്. രഞ്ജുമ ഒരുപാടൊന്നും പറയില്ല കേട്ടോ, 1-2 വാക്കുകൾ പറയും, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നീ ഇങ്ങ് വാടി എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് വന്നു. ഒരു 10-20 ദിവസം രഞ്ജുമയുടെ വീട്ടിലായിരുന്നു. ഇവിടെ ശിവക്ഷേത്രത്തിൽ പോവുക, അമ്മയുടെ കൂടെ വർക്കിന് കൂടെ പോവുക. അന്ന് എന്തോ ഇത് ജോബ് അല്ല, അമ്മയെ സഹായിക്കാൻ പോവുക.
അമ്മ ഡ്രസ്സ് വല്ലതും വാങ്ങിത്തരും, പേയ്മെൻ്റ് ഒന്നും ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന പൈസയൊന്നും ശമ്പളമൊന്നും ചോദിക്കൂല, കറങ്ങുക, ഫുൾ എൻജോയ്മെൻറ്റ്, തിരിച്ച് ആ ഒരു മൈൻഡ് സെറ്റ് മാറിയപ്പോൾ തിരിച്ച് പോവുക. അമ്മ എന്തുണ്ടെങ്കിലും ഒന്ന് പറയാനുള്ളൊരു സ്പേസ് ആയിരുന്നു എനിക്ക് അമ്മ. സോ അവിടെ നിന്ന് ഇന്ന് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് വരുന്നൊരു സമയം, എൻ്റെ വിവാഹം പോലുള്ളൊരു ടൈം വന്നപ്പോഴും ഞാൻ അത് എന്നെ അമ്മയോട് തന്നെയാണ് വീണ്ടും പറഞ്ഞത്.